എല്ലാ മാധ്യമങ്ങളും പറഞ്ഞതുപോലെ മൂന്ന് മുന്നണികളും തുല്യമാണ് എന്ന് അത് പറയുന്നെങ്കിലും അതിനും അപ്പുറമായി ഒരു ജനവികാരം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ, രണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒന്നിൽ വാഹിദ് ചെറിയ വോട്ടിന് 3ാം സ്ഥാനത്ത് പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP പേടി പറഞ്ഞ് ന്യൂനപക്ഷ വോട്ട് മറിച്ചപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു വലിയ മാർജിനിൽ പരാജയപ്പെടുന്ന സ്ഥിതിയുണ്ട്. ഇത്തവണ അതല്ല. ന്യൂനപക്ഷ വോട്ടുകളെ അങ്ങനെ മറിക്കാനൊന്നും LDFന് കഴിഞ്ഞിട്ടില്ല. അവർ തന്നെ പറയുന്നത് ഞങ്ങളുടെ ഒരു ബേസ് വോട്ട് ഞങ്ങൾക്കൊരു 33,000-ഉം LDFന് 35,000 ഉണ്ടെന്നാണ്. ഞങ്ങൾക്ക് കഴക്കൂട്ടം കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്. അത് 33,000 ഒന്നുമല്ല. ഞങ്ങൾക്ക് ബേസ് 40-ന് താഴെ 37-നും 40-നും ഇടയ്ക്കുള്ള ബേസ് വോട്ടുണ്ട്. ആ കൂട്ടത്തിൽ അവിടെ 35% അടുപ്പിച്ചു കൊടുത്ത ന്യൂനപക്ഷ വോട്ടുകൾ, കേന്ദ്ര സംസ്കാര വിരുദ്ധ വോട്ടുകൾ, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വോട്ടുകൾ, പിന്നെ ഒരു 50 വർഷത്തെ കാലത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ ബന്ധം. എനിക്ക് കഴക്കൂട്ടം, ഞാൻ രാഷ്ട്രീയം തുടങ്ങി അവിടെ നിന്നാണ്. എൻ്റെ അമ്മയുടെ കുടുംബം അവിടെയാണ്, അച്ഛൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗം അവിടെയാണ്. വ്യക്തിപരമായുള്ള ഇതും അതിനുമപ്പുറം രാഷ്ട്രീയമായി എനിക്കുള്ള ഒരു ആത്മബന്ധം, അത് എല്ലാ പാർട്ടിയിൽ നിന്നും ഒരു ഇറോഷൻ എനിക്ക് അനുകൂലമായി വ്യക്തിപരമായി ഉണ്ടായിട്ടുണ്ട് എന്ന് കാര്യകാരണ സഹിതം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പെട്ടിക്കാത്തിരിക്കുന്ന സാധനമാണ് എന്നുപോലും നമുക്ക് പറയാം. നമ്മുടെ ഒരു വിശ്വാസം ഈ പറഞ്ഞ CPM തന്നെ പറഞ്ഞു ഞങ്ങളുടെ ഒരു 33,000 വരുന്ന ഞങ്ങളുടെ ബേസ് വോട്ടിനോടൊപ്പം പോൾ ചെയ്യപ്പെട്ട 35,000-ഓ 40,000-ഓ ന്യൂനപക്ഷ വോട്ടുണ്ട്. അതിലൊരു പകുതി, ഒരു 20,000 വോട്ട് ഞങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഞങ്ങൾ 50-ന് മുകളിൽ വോട്ടിലേക്ക് ഞങ്ങൾ എത്തിച്ചേരാൻ കഴിയും. പിന്നെ ഒരു സംശയവും വേണ്ട, BJPക്കകത്ത് എറോഷൻ ഉണ്ടായിട്ടുണ്ട്. CPMനകത്ത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ശബരിമല വിഷയവും LDFുമായി ബന്ധപ്പെട്ടുള്ള ശബരിമല വിഷയവും അതൊരു സർക്കാരിനെതിരെയുള്ള അതിശക്തമായൊരു വികാരവും ഒക്കെ അവിടെയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ സമയത്താണ് പാചകവാതകത്തിൻ്റെ വിഷയങ്ങളൊക്കെ വന്നത്. അതുമൊക്കെ പ്രതിഫലിക്കും എന്നുള്ള കാര്യം സംശയമില്ല. BJP അവരുടെ ഒരു പ്രൈം മണ്ഡലമായിട്ട് കാണുന്ന ഒരു സ്ഥലം, വിജയപ്രതീക്ഷ അവർ 100% വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പൊ അതിനെങ്ങനെയാണ് അവരെ പ്രൈം മണ്ഡലമെന്ന് അവരെ കാണുന്ന നിയമം പോലും അവർക്ക് ഉറപ്പില്ലെന്ന് പറയുന്ന സാഹചര്യമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അവിടെ ഒരുപാട് ഘടകങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനകത്ത് ഒരുപാട് ഇറോഷൻ നടന്നിട്ടുള്ളതാണ് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ. അതിൻ്റെ ഒരു സംഘടനാപരമായ ഒരു വീക്ക്നെസ് നമുക്കുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷമാണ് ഞാൻ സ്ഥാനാർത്ഥി ആയതെങ്കിലും ഞാൻ വളരെ പെട്ടെന്ന്, എനിക്കവിടെ ഒരു ആത്മബന്ധമുള്ള സ്ഥലമായതുകൊണ്ട് ആദ്യ ദിവസം തന്നെ ബൂത്ത് തലത്തിലുള്ള എല്ലാവരെയും ഒരുമിപ്പിക്കാൻ പറ്റി. പിന്നെ മണ്ഡലമൊട്ടായുള്ള ഓട്ടത്തിൽ എനിക്ക് ആളുകളുടെ അടുത്തൊരു പ്രസൻസ് കാണിക്കാൻ പറ്റി. പിന്നെ അവസാന റൗണ്ടിൽ എല്ലാവരും ഒപ്പത്തിനൊപ്പമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക്, പിന്നെ ചിലരെങ്കിലും ശരത്ചന്ദ്ര പ്രസാദ് ജയിക്കുമെന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ എല്ലാം വോട്ടിൻ്റെ. പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങളുടെ വിലയിരുത്തലുകളിൽ UDFന് പരാപരം മാർജിനുള്ള അതുണ്ട്. പിന്നെ എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ട ഒരു ടീമിൻ്റെ ഒരു ശാസ്ത്രീയമായൊരു വിലയിരുത്തലുണ്ട്. അതിലും ഞങ്ങൾക്ക് വ്യക്തിപരമായി കിട്ടിയ കുറേ വോട്ടുകളുണ്ട്. അത് സാധാരണ വ്യക്തിപരമായി കിട്ടും പോലെ അല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതൊക്കെ വന്നാൽ അത്ഭുതം നടക്കും. ഇനി അതിനും അപ്പുറമുള്ള അത്ഭുതം ഉണ്ടെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എല്ലാം ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ആ വോട്ടിംഗ് പാറ്റേണിലും ജനങ്ങളുടെ മനസ്സും ജനങ്ങളുടെ മുഖവും ജനങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയും പോലെ അവരുടെ ഒരു ഇതുമെല്ലാം പഠിച്ചിടത്തോളം ആ ആത്മവിശ്വാസത്തോടെ എന്നെ കാണുമ്പോൾ കല്യാണ വീട്ടിലും മരണ വീട്ടിലും ഒക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് ആഘോഷിക്കണം കേട്ടോ, കാണണം കേട്ടോ എന്ന് പറയുകയും ചിലരൊക്കെ പാവപ്പെട്ട സ്ത്രീകൾ പേടിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ചെയ്തിട്ടുണ്ടൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതൊക്കെയാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു വിലയിരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ. ആ വിലയിരുത്തലിൽ ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ട്. ഒരു സീനിയർ മോസ്റ്റ് നേതാവ് കൂടിയാണ് ജില്ലയിലെ. ഇപ്പൊ കഴിഞ്ഞ തവണ വലിയൊരു തിരിച്ചടി നമുക്കിവിടെ നേരിട്ടിരുന്നു. അപ്പോൾ തന്നെ തെക്കൻ കേരളത്തിൽ ശരിക്കും വലിയ രീതിയിൽ നമ്മുടെ ആകെപ്പാടെ നശിച്ചു പോകുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ തെക്കൻ കേരളം പിടിക്കുക അല്ലെങ്കിൽ തിരുവനന്തപുരം പിടിക്കുക എന്നുള്ളതാണല്ലോ ഭരണത്തിലേക്ക് വരിക എന്നുള്ളതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത്. ഇത്തവണ ശരിക്കും അത് എങ്ങനെയായിരിക്കും? നമുക്ക് ഒരു ചെറിയ ക്ഷീണം നമുക്ക് പറ്റിയതൊരു സാധാരണ ഇതിൽ പ്രതിപക്ഷത്തേക്കുന്നൊരു പാർട്ടി ഒരു കൊല്ലത്തിനു മുമ്പ് സംഘടനാപരമായി നല്ല പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതാണ്. കോൺഗ്രസിനകത്തൊരു മാറ്റമൊക്കെ വരുന്ന ഇത് വന്നപ്പോഴത്തേക്ക്, പുതിയ പ്രസിഡന്റ് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഉള്ള സമയം കൊണ്ട് പുതിയ പ്രസിഡന്റും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. നമ്മുടെ ഒരു കോൺഗ്രസ് പോലെ ജനാധിപത്യ പാർട്ടി അതല്ലായിരുന്നെങ്കിൽ കുറേ കൂടി ഓർഗനൈസേഷൻ സെറ്റപ്പ് നന്നായി ഉണ്ടാക്കി വലിയ മാർജിൻ നമുക്കൊരു 9-10 സീറ്റ് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ അങ്ങനെ ഉണ്ട്. കോൺഗ്രസിൻ്റെ ഒരു ബേസ് തിരുവനന്തപുരത്ത് തന്നെ നല്ല ബേസ് ഉള്ള സ്ഥലമാണ്. എങ്കിൽ പോലും നമുക്കൊരു മിനിമം ഒരു 7-8 സീറ്റൊക്കെ കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് നമുക്കുള്ളത്. ഇനി ആരും പ്രതീക്ഷിക്കാതെ ഒരു വലിയ ഇറോഷൻ
UDF അനുകൂലമായിട്ട് LDF-നെതിരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കാട്ടി പറയാം. പക്ഷേ മിനിമം ഒരു 5-നും 7-നും 8-നും ഇടയ്ക്കുള്ള സീറ്റ് UDF-ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം തിരുവനന്തപുരത്ത് അല്പം കുറയുന്നെങ്കിലും പ്രതീക്ഷിക്കാത്ത കോഴിക്കോടും കാസർഗോഡും ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റവും നേട്ടവും ഉണ്ടാക്കുന്നുണ്ട്. 3 ഉണ്ടായിരുന്ന വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം 1 നഷ്ടപ്പെട്ട് 2 ആണെങ്കിൽ അത് 3 കിട്ടുമെന്ന് പറയുന്ന സ്ഥിതി. ഒന്നുമില്ലായിരുന്ന ഇടുക്കിയിൽ അല്ല 1 മാത്രം ഉണ്ടായിരുന്ന ഇടുക്കിയിൽ 5 കിട്ടുമെന്ന് പറയുന്നു. ആ ഒരു ട്രെൻഡ് ഉണ്ടായി. കോട്ടയത്ത് പോലും എനിക്ക് ചാർജ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. കോട്ടയത്ത് പോലും UDF ആയിരിക്കും LDF-നെ കൂടുതൽ സീറ്റുകൾ നേടുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം കേരളത്തിലെമ്പാടും നമുക്ക് തൃശ്ശൂരാണ് നമ്മുടെ ഒരു പഴയ ഈ എറണാകുളം പോലെ ഒരു ശക്തി കേന്ദ്രമായി നിന്നിരുന്ന തൃശ്ശൂരാണ്. കഴിഞ്ഞ സമയങ്ങളിൽ നമുക്കൊരു നഷ്ടമുണ്ടായി. പക്ഷേ അവിടെ അങ്ങനെ താഴെ പോകാതെ ഒരു കുറേ കൂടി അഭിമാനാർഹമായ തരത്തിലേക്ക് മുന്നോട്ട് വരുന്ന സ്ഥിതിയിലേക്ക് തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ തിരിച്ചു കിട്ടുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. PC ഓഫീസിൽ പന്തലൊക്കെ ഇട്ട് ആഘോഷത്തിനുള്ള പരിപാടികൾ സ്വാഭാവികമായി UDF ജയിക്കുമെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. അപ്പം പിന്നെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ ഒരു പന്തലും ആഘോഷമൊക്കെ വേണ്ടേ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ എവിടെയാ തെരഞ്ഞെടുപ്പ് ഫലം കാണുന്നത്? എവിടെ? രാവിലെ ഞാൻ പോളിംഗ് സ്റ്റേഷനിൽ പോകും. കാര്യം എല്ലാവരെയൊക്കെ 5:30-6 മണിക്ക് തന്നെ പോയി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാവരും കയറ്റണ്ടേ. അവരെ കൂടുന്നതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ഞാനിപ്പോൾ ഇന്ന് രാവിലെയാണ് എത്തിയത്. ഞാൻ താമസിച്ചെൻ്റെ നോമിനേഷൻ അനൗൺസ് ചെയ്തുകൊണ്ട് എനിക്ക് ലീഡറെ അവിടെയോ ഉമ്മൻചാണ്ടി സാറിൻ്റെ അവിടെ പോകാൻ പറ്റില്ല. ഇന്നലെ പിന്നെ ഗുരുവായൂർ അമ്പലത്തിലും പോയി, ലീഡറെ വീട്ടിൽ മുരളി മന്ദിരത്തിൽ പോയി. അവിടെ നിന്ന് ഞാൻ പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അവിടെ പോയി, പുതുപ്പള്ളിയിൽ പോയി ഖബർസ്ഥാനത്ത് മെഴുതിരി എത്തിച്ചു. അവിടെ നിന്ന് ഇപ്പുറത്തെ മണ്ണാർക്കാട് പള്ളിയിലും പോയി വിശ്വാസപൂർവ്വം എഴുതി എത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. ഈ നമ്മുടെ ഈ വോട്ടെണ്ണലിൽ ഒരു പാറ്റേൺ ശരിക്കും എങ്ങനെയായിരിക്കും? നമുക്ക് സാധാരണ ഇപ്പോൾ പറയുമല്ലോ ഇന്ന സ്ഥലങ്ങളിൽ എന്നുമ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ അവർക്കുള്ള ഒരു മുന്നേറ്റം, അത് കഴിഞ്ഞിട്ടൊരു ഘട്ടത്തിൽ വരും നമുക്ക് കൂട്ടത്ത് ഒരു മിക്സഡ് തരത്തിലാണ് വരുന്നത്. നമ്മുടെ ചന്തവിളയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. 1-ാം ബൂത്ത് അവിടെ തുടങ്ങും. ചന്തവിള തൊട്ട് കാട്ടായിക്കോടം, ഇപ്പുറത്ത് സൈനിക് സ്കൂൾ വാർഡ്, പിന്നെ കഴക്കൂട്ടം. ഇവിടെ ഒരു ഞങ്ങൾക്ക് ചന്തവിളയിൽ വെച്ചുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ 2 വാർഡിൽ 1 വോട്ടിനും 26 വോട്ടിനൊക്കെ തോറ്റ സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിലും ഇത് ചില ബൂത്തുകളിൽ നമുക്ക് പ്ലസ് ഉണ്ടായി, ചില വാർഡിൽ പ്ലസ് ഉണ്ടായി. വാർഡുകൾ തമ്മിൽ ടാലി ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് വേളി ഭാഗത്ത് വരുന്ന 4-5 ബൂത്തുകളുണ്ട്. അവിടുത്തെ 2 വാർഡുകളായിട്ട് കോസ്റ്റലിൽ വരുന്ന, കോസ്റ്റലും കരയായിട്ട് വരുന്ന അവിടെ നമുക്കൊരു മെച്ചം ഉണ്ടാവും. മണ്ണന്തല 4-5 സ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് ഞങ്ങളുടെ പ്രതീക്ഷ 2000-ന് മുകളിൽ വോട്ട് 2 വാർഡിലുമായിട്ട് ചിലപ്പോൾ 2500 രൂപ ലീഡ് ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ടാലി ചെയ്ത് ഇങ്ങനെ പോയാലും ഈ സ്ഥലങ്ങളിലെ വോട്ട് കൊണ്ട് പിന്നെ ഈ മറ്റ് സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ അവിടെ തന്നെ പേഴ്സണലായി കിട്ടുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ കൊളത്തൂരാണെങ്കിലും ശ്രീകാരമാണെങ്കിലും പോങ്ങുമൂടാണെങ്കിലും ഉള്ളൂരാണെങ്കിലും ചെമ്പഴുതി ആണെങ്കിലും കാട്ടായിക്കോണമാണെങ്കിലും ഇവിടെയൊക്കെ കഴക്കൂട്ടം അടക്കമുള്ള സ്ഥലങ്ങളിൽ എനിക്ക് വ്യക്തിപരമായി കുറേ വോട്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അത് നമ്മുടെ പാർട്ടി ഘടകങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ല. അതുകൂടി വരുമ്പോൾ നല്ല വിജയമുണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഭൂരിപക്ഷം. എത്രയാണ് പറഞ്ഞത്? കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും ഇടതുപക്ഷം ജയിക്കുന്ന 20,000 ചില്ലുവാൻ വോട്ടിനാണ്. അത് BJP ആയിട്ട് UDF ആയിട്ട് 30,000 ചില്ലുവാനം ഉണ്ടായിരുന്നു. അത് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞത്, കടകംപള്ളി ആദ്യം വിലയിരുത്തിയപ്പോൾ കടകംപള്ളി 50,000 വോട്ട് പിടിക്കും, പാർട്ടി ബേസ് വോട്ട് 35 ഉണ്ട്, ബാക്കി 15,000 പേഴ്സണൽ വോട്ട് അദ്ദേഹം പിടിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഏത് പേഴ്സണലാണ് പിടിക്കേണ്ടത് നമുക്ക് അറിഞ്ഞിടാം. അത് അദ്ദേഹത്തിൻ്റെ കാര്യം, നമ്മൾ വിമർശിക്കുന്നില്ല. അതാണ് അവരൊരു 50,000 വോട്ടിൻ്റെ കണക്കാണ് പറയുന്നത്. പിന്നീട് അവർ മാറിയും തിരിച്ചൊക്കെ പറയുന്നെങ്കിൽ ആദ്യത്തെ വിലയിരുത്തൽ അവർ പറഞ്ഞ അതാണ്. BJPയും അവരുടെ യഥാർത്ഥത്തിൽ ഒരു പ്രസ്റ്റേജ് സീറ്റ് എന്ന് പറയുമെങ്കിൽ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു ഭയപ്പാട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആളുകൾക്കും ചിലപ്പോൾ ഉള്ളിൽ ഭയമുണ്ടല്ലോ. ഞാൻ ഈ ആത്മവിശ്വാസത്തോടെ നമ്മൾ ചില കാര്യങ്ങൾ കൂടി വിലയിരുത്തി പറയുമ്പോഴത്തേക്കും ഈ 3 പാർട്ടിയുടെ അണികൾക്കെല്ലാം ഒരു ചങ്കിടിപ്പ് എല്ലാ പേർക്കും ഉണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ചങ്കിടിപ്പില്ല. അത്യത്ഭുതങ്ങൾ നടന്നാൽ മാത്രമേ എനിക്കെന്തെങ്കിലും തോൽവി സംഭവിക്കൂ. ഇതില്ലെങ്കിൽ ജയിക്കാനുള്ള എല്ലാ ഘടകങ്ങളും അവിടെ ഉണ്ട്. ജയിക്കാനുള്ള എല്ലാ ഘടകങ്ങളും ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ്. ചങ്കിടിപ്പുണ്ട് എന്നാൽ പോലും കൂടെ അതൊക്കെയും നമുക്ക് പോസിറ്റീവായി തന്നെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ശരത് പ്രസാദും ഒപ്പം തന്നെ UDFും ഉള്ളത് കഴക്കൂട്ടത്ത്.
ഈ ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെ ഇനിയിപ്പോൾ ഇന്ദിരാഭവനിൽ വലിയ രീതിയിലുള്ള പന്തൽ ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ തന്നെ ആഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒറ്റ കേന്ദ്രത്തിൽ തന്നെയാണ് വോട്ടെണ്ണൽ നടക്കുക. ഈ 14 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണം എല്ലാം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്നുമുണ്ട്.